എടി മോഹനവല്ലിയേ, കഴിക്കാനുള്ളതൊന്നും ആയില്ലേ? ഇല്ല, ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ചെയ്ത് തീരണ്ടേ? ഓ, അതിന് മാത്രം എന്ത് മലമറിക്കണ പണിയാ നിനക്ക് ഇവിടെ ഉള്ളത്? എങ്കി അമ്മ ഒന്ന് ചെയ്ത് നോക്ക്. ഓ, ഞാനിപ്പൊ ഈ വയസ്സാങ്കാലത്ത് നിനക്ക് പണിയും കൂടി എടുത്തരാ. ആ, എന്നാ പിന്നെ അമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വാ, അപ്പോഴേക്കും ഭക്ഷണം റെഡിയാവും. അയ്യോ മോനെ, എനിക്ക് വിശന്നിട്ട് വയ്യായേ. നിന്റെ ഭാര്യ ഒന്നും എനിക്ക് തരുന്നില്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറണത്? ഞാൻ എപ്പോഴാ ഭക്ഷണം തരൂലെന്ന് പറഞ്ഞത്? എന്തിനാ നിങ്ങൾ രണ്ടും ഇവിടെ വഴക്കൂടുന്നത്? നേരം വെളുക്കണതിന്റെ മുമ്പ് ചായ റെഡിയാവാത്തതിന്റെ കേടാ നിങ്ങളുടെ അമ്മക്ക്. അത് ശരി, 9 മണിയായിട്ട് നിനക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? 9 മണി ആയാലും 10 മണി ആയാലും എനിക്ക് ഇത്രക്ക് സ്പീഡുള്ള പണികൾ ചെയ്യാന്. ഇനി നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളെ മോനോട് ഒരു വേലക്കാരനെ വെച്ച് തരാൻ പറ. ആരോട്? ഈ കോന്തനോടോ? ഒരു പണിക്കും പോവാത്ത നിന്റെ കെട്ടിയോനും കൂടി ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്. ഇനി വേലക്കാരനെയും കൂടി തീറ്റിപ്പോറ്റാനുള്ള പൈസ എന്റെ അടുത്തില്ല. മോനെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് നിങ്ങൾ തന്നെയല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ. ഞാനേ നല്ല രീതിക്കാ എന്റെ മോനെ വളർത്തിയത്. നീ വന്നതിന് ശേഷം അവൻ ഒരു പണിക്കും പോവാതായത്. ദേ മനുഷ്യ, നിങ്ങൾ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാനാണത്ര നിങ്ങളെ പണിക്ക് വിടാത്തത്. അമ്മ എന്ത് വർത്താനാ പറയണത്? ഞാൻ വളർന്നു വരുന്ന ഒരു യുവ കവിയാണ്. ആര്? നീയാണോ വളർന്നു വരുന്ന യുവകവി? വളർന്ന് പോത്തിന്റെ അത്ര ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വളരാനാ? അമ്മേ, എന്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നാണാണല്ലോ എന്റെ മുമ്പില്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ കലാവാസന ഇങ്ങനെ മുളയിലെ നുള്ളിക്കളയല്ലേ? മുളയിലെ നുള്ളിക്കളയല്ല വേണ്ടത്, തീയിട്ട് കരിക്കാണ് വേണ്ടത്. ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാനുള്ള കവിതയുടെ പണിപ്പുരയിലാണ് ഞാന്. എന്നാ എന്റെ മോന് ആ കവിതയുടെ ആദ്യത്തെ 2 വരി ഒന്ന് ചൊല്ലിക്ക, അമ്മ ഒന്ന് കേക്കട്ടെ. അങ്ങനെ വല്ല നല്ലതും പറയമ്മേ. ഞാൻ ഇപ്പൊ ചെല്ല. എന്റെ കവിത കേട്ടിട്ട് നിങ്ങൾ കുളിര് കോരും. ചക്കക്കകത്തുണ്ട് ചക്കക്കുരു, മാങ്ങക്കകത്തുണ്ട് മാങ്ങാണ്ടി, എന്റെ മോനുണ്ട് മൂലക്കുരു. ആ, അടുത്ത വരിയായിട്ട് ഞാനിപ്പോ പാടിയതും കൂടെ ചേർത്തള. അപ്പോഴാണ് എന്റെ മോന്റെ നിലക്കും വിലക്കും ഒത്തൊരു കവിത ആവണത്. ആ, അത് നിങ്ങൾ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ആ, ഇപ്പോഴേലും ഞാൻ പറഞ്ഞൊരു കാര്യം നീ സമ്മതിച്ചു തന്നല്ലോ, സമാധാനായി. അല്ലേലും എന്നെ കളിയാക്കണ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും ഒറ്റ കെട്ടാണല്ലോ. അമ്മ, എനിക്ക് കോളേജിൽ പോവാനുള്ള സമയമായെങ്കിൽ നീ പോയിക്കോ. അതല്ല, എനിക്കിന്ന് ഫീ കൊടുക്കണം. ആ, കൊടുക്കണമെങ്കിൽ നിന്റെ അച്ഛനോട് ചോദിക്ക്. അച്ഛാ, വേഗം കാശ് താ, എനിക്ക് പോവാനുള്ള സമയമായി. മോളെ, കാശൊക്കെ അച്ചമ്മയോട് ചോദിക്ക്. പിന്നെ എനിക്ക് കളക്ടറേറ്റിലല്ലേ ജോലി, തോന്നുമ്പോ കാശ് എടുത്തേരാ. എന്തേലൊന്നുമില്ല കാശ്. അമ്മയുടെ ഒരു തമാശ. അമ്മയുടെ അരിക്കലത്തിൽ എന്തായാലും കാശില്ലാതിരിക്കൂല. മോളെ മീനാക്ഷി, നീ അതിലൊന്നും ചെന്ന് തപ്പി നോക്ക്. എന്റെ അരിക്കലത്തിൽ തൊട്ടു പോവരുത്. അച്ഛമ്മയുടെ ഒരു തമാശ. ഞാൻ പോയി എടുത്തോളാം. നിന്റെതല്ലേ മോള്, സോപ്പിടാൻ നിന്നെക്കാളും മിടുക്കത്തിയ. അത് പിന്നെ അമ്മേ, മത്തം കുത്തിയ കുമ്പളം മുളക്കുവോ? പിന്നെ എങ്ങനെയാണാവോ നിന്റെ അച്ഛന് നീ ഉണ്ടായത്? അല്ല മോഹനവല്ലിയെ, കണ്ണനെ ലച്ചൊന്നും എഴുന്നേറ്റിട്ടില്ലേ? അവർക്ക് സ്കൂളില്ലെന്ന്? അവരൊക്കെ സ്കൂളിൽ പോയിക്കോളും. ആദ്യം നിങ്ങൾ വല്ല ജോലിക്കും പോവാൻ നോക്ക്. ആ, അങ്ങനെ കെട്ടിയോന് വല്ല നല്ലതും പറഞ്ഞു കൊടുക്ക്. ഇന്നെങ്ങാനും നീ പണിക്ക് പോയിട്ടില്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. വീണ്ടും അമ്മയുടെ ഒരു തമാശ. അമ്മേ, എന്റെ ഒരുപാട് കവിതകളുണ്ട്, നമുക്ക് വല്ല വാരികക്കും അയച്ചു കൊടുത്താലോ? എന്നിട്ടെന്തിനാ അവര് വന്ന് നിന്റെ ഭാര്യയെല്ലാം ഒടിക്കാനോ? ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വില അറിയൂല. എനിക്ക് അവാർഡൊക്കെ കിട്ടട്ടെ, അപ്പൊ നിങ്ങൾക്കറിയാം ഈ അർജുനൻ ആരാന്ന്. നിനക്കേ അവാർഡല്ല കിട്ടുക, പേവാർഡാണ് കിട്ടുക. ഇനി നീ ഇന്ന് പേനയും പേപ്പറും എടുത്തിരുന്ന ഇവിടുന്ന് പച്ചവെള്ളം കിട്ടൂല. വൈകുന്നേരം ആവുമ്പോഴേ പേപ്പർ തന്നെ വെട്ടി വിഴുങ്ങേണ്ടി വരും. വേഗം കുളിച്ച് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഈ മായാവതിയുടെ തനി സ്വഭാവം നീ അറിയും. എടി മോഹനവല്ലിയെ, ഇവ ഇന്ന് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പച്ചവെള്ളം കൊടുത്തു പോവരുത്. അത് ഞാൻ എന്തായാലും കൊടുക്കൂല അമ്മേ. നിങ്ങൾ ഈ തളർത്തുന്നത് വലിയൊരു കവിനയാണ്. നിങ്ങൾ ഒരിക്കന്റെ വില മനസ്സിലാക്കും. ഓ പിന്നെ, ഇന്ന് വേഗം പണിക്കോവാ, അല്ലെങ്കിൽ പട്ടിണി ആവേണ്ടി വരും. അതാണ് ബുദ്ധി. അല്ല മോഹനവല്ലിയെ, നീ ആരെ നോക്കി നിൽക്കുക? വേഗം ഒന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. അത് ശരി, ഇത്രയും നേരം സംസാരിച്ച് സമയം കളയുന്നത് നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് നിന്റെ കെട്ടിയോനിന്ന് പണിക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനേലും ഒരു ഉപകാരം ഉണ്ടായില്ലേ എന്റെ സംസാരം കൊണ്ട്? ആ, അതമ്മ പറഞ്ഞത് ശരിയാ. നിന്ന് കിണിക്കാതെ ഇനി വേഗം ഒന്ന് ഭക്ഷണം ഉണ്ടാക്ക്, ഞാൻ അപ്പുറത്തുണ്ടാവും.